ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പരിങ്ങോട്ട് കൃഷിയിലാണ് കേട്ടോ. അവിടെ ഞാൻ ഇങ്ങോട്ട് അമ്മയുടെ അവിടേക്ക് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ പണ്ടൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ അതിനൊക്കെ കളിച്ചുകൊണ്ട് നടന്ന സ്ഥലങ്ങളാണ് കേട്ടോ. അന്നൊക്കെ ഇവിടെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. അതൊക്കെ നായന്മാരുടെ വീടാണ് കേട്ടോ കാണുന്നത്. ഈ വീട് ഇപ്പൊന്നും ഇവിടെ ആരുമില്ല കേട്ടോ. ഒക്കെ വെറും വീടുകൾ മാത്രമേ ഉള്ളൂ. കണ്ടോ, ഒക്കെ വീട് വീണിട്ടും ഇതായിട്ടൊക്കെ പോവുകയാണ്. ആൾ താമസമൊന്നുമില്ല. അടിപൊളി വീടായിരുന്നു. കണ്ടോ, ഇതാ ഇവിടെയുള്ള മരങ്ങൾ കണ്ടാൽ തന്നെ ഒരു ഭയം തോന്നുന്ന ഒരു ഇതാണ് കേട്ടോ. ആദ്യമൊക്കെ അടിപൊളി സ്ഥലമായിരുന്നു. ഞങ്ങൾ എത്രയോ തടവ ഇവിടെയൊക്കെ കളിച്ചുകൊണ്ട് നടന്നതും പിന്നെ ഓണത്തിനൊക്കെ വന്നിട്ട് ഞാൻ സദ്യയൊക്കെ കഴിച്ചിട്ടുള്ള ഒരു വീടാണിത്. ഈ വീട് കണ്ടോ, ഇവരൊന്നും ഇവിടെ അല്ല കേട്ടോ. അവരൊക്കെ പുറത്താണ് വീടൊക്കെ വെച്ച്. ഇപ്പോൾ ഓരോ പാലക്കാടും പിന്നെ മക്കളൊക്കെ വിദേശത്തും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരിതാണ്. വലിയൊരു തറവാടായിരുന്നു അത് പഴയ കാലത്തെ. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലോട്ടൊന്ന് പോയിട്ട് ഞാൻ വീടൊന്ന് കാണിച്ചു തരാം കേട്ടോ. വീടും പരിസരമൊക്കെ ഇതുണ്ടോ, കാട് പിടിച്ച് സ്ഥലം അറിയാത്ത പോലെ ആയിരിക്കുന്നു. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഈ വീടിൻ്റെ ഫ്രണ്ടാണിത്. ഇതാ ഇങ്ങനെ ഈ വീടിൻ്റെ ഉള്ള ഭാഗമൊക്കെ ഞാൻ കാണിച്ചു കേട്ടോ. ഇതാ ഇങ്ങനെ കയറി ചെല്ലണ ഭാഗമാണേ. ഇതാണ്ടോ, ഇവിടെ നിന്ന് ആളൊന്നുമില്ല. ഈ വീട് പൂമുഖം. ഇതൊരു റൂമാണ് കേട്ടോ. അവരെ സാധനങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ട് ഇതെങ്ങനെ പോയിട്ടുണ്ട്. വർഷങ്ങളായിട്ട് ഇവിടെ ആൾക്കാരില്ല കേട്ടോ, ആരുമില്ല. ഒരിടയ്ക്ക് വരും, വെറുതെ ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോവും, അത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ അപ്പോൾ അവിടെ അമ്മായി അവരുടെ അടുത്ത് വന്നിട്ട് വീടിൻ്റെ ചാവി ഉള്ളത് നമ്മൾ ഇരുട്ടാണ്. അത് കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഇവിടെ അങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ്. ഷാജി, ഇവിടെ ലൈറ്റ് ഇല്ലേടി? ഇരുട്ടാണല്ലേ. അപ്പോൾ അതവിടെ ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല കേട്ടോ. അത് വലിയൊരു ഹാള് പോലെ വലിയൊരു ഇതാണ്. അതിൻ്റെ അടുത്ത് അവിടെ ഇങ്ങനെ 2-3-4 റൂമുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇരുട്ടായതുകൊണ്ട് ലൈറ്റൊന്നുമില്ല, അതുകൊണ്ട് കാണാൻ പറ്റില്ല കേട്ടോ. ഇത്രയൊക്കെ തന്നെയാണ്. ഇനി ഇതിൻ്റെ പുറഭാഗമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇരുട്ടായത് പിന്നെ ഇത് ഈ വീടിനോട് ചേർന്നിട്ട് പണ്ടുള്ള ഈ വീട്ടിലത്തെ തൊഴുത്താണ് കേട്ടോ. എന്താ കൃഷിയും കാര്യങ്ങളും പശുവും അങ്ങനെയൊക്കെ ആയിട്ട് എന്തോ കിണർ, ഇങ്ങനെയൊക്കെയാണ് ഈ വീടിൻ്റെ പരിസരം. ഞങ്ങൾ അപ്പോൾ ഗൈസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾ ഓക്കെ, ബൈ.